നമ്മുടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എന്ന എടാ സ്വാതന്ത്ര്യം അല്ലടാ സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഒരു സ്വാ കൂടി നല്ലേ ഉള്ളൂ, അത് ഞാൻ മാറ്റി എഴുതിയേക്കാം. നീ മാറ്റി എഴുതുമ്പോഴേക്ക് ഇലക്ഷൻ കഴിയും. ഇതെന്തോന്ന് പി കെ പ്രായിൽ നിൽക്കുന്നുള്ള എടാ പി കെ പ്രഭാകരൻ. അടുത്ത് ഭ, അതായത് ബലൂണിന്റെ ഭ. നല്ല ആളാ പറയുന്നത്. സ്കൂളിൽ പഠിച്ചപ്പോ സ്വന്തം പേര് അബ്ദൂന്ന് എഴുതാൻ പറഞ്ഞിട്ട് അബദ്ധം എഴുതി വെച്ചവരാണ് നീ. ഞാൻ എഴുതിയതല്ലേ അബദ്ധമായുള്ളൂ, നീ ജനിച്ചതേ അബദ്ധമല്ലേ. സുബ്രഹ്മണ്യമ്മയുടെ കരച്ചിലല്ലേ കേക്കണേ? അതെ. എടാ സുബ്രഹ്മണ്യ പാമ്പ് കടിച്ചത്. വാ എന്റെ മോനെ പാമ്പ് കൊത്തിക്കൊണ്ട് പോയില്ല. കുളിക്കാൻ പോണു അമ്മയെന്ന് പറഞ്ഞു അമ്പലക്കുളത്തേക്ക് പോയതാണ് മോനെ. കാലിലെന്തോ കടിച്ചു അമ്മേന്ന് പറഞ്ഞു. പാമ്പാണോ മോനെ ഞാൻ ചോദിക്കേണ്ട താമസം. കിടക്കണ കടുപ്പ് കണ്ട വെട്ടിയിട്ട വാഴ പോലെ. അയ്യോ എനിക്ക് ജീവിക്കണ്ടായേ. ഇങ്ങനെ കിടന്ന് കരയാതെ. എടാ നീ വണ്ടി എടുക്ക, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. എന്റെ വണ്ടി എടുത്ത വാടക കിട്ടൂല, നമുക്ക് വേറെ വണ്ടി വിളിക്കാം. നിങ്ങൾ പ്രഭേട്ടനെ വിളിക്കുക. ഏത് പൊടിവിഷം പ്രഭാകരനെ ഇറക്കും? ശരിയാ, നമുക്ക് പ്രഭേട്ടനെ വിളിക്കാം. നീ ഓട്ടോ എടുക്കുക. കാര്യം ചെയ്ത് സൈക്കിൾ എടുത്തോണ്ട് പോ, ഞാൻ വേറെ വണ്ടി നോക്കാം. ഓശാരം നിനക്ക് അറിഞ്ഞിട്ട പേരാണ്, യാതൊരു സംശയമില്ല. നിങ്ങൾ ആ വഴി തള്ളേ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവാതെ. ഒരു പാമ്പല്ലേ കൊത്തിയത്, വേറെ കുഴപ്പമൊന്നും വരില്ല. ആള് ജാവേ ഉള്ളൂ. ദേവിയല്ല, ഞാൻ രഘുവാ. വെളിച്ചപ്പാട് ഇങ്ങനെ പറയടുത്ത് നടന്നു. അവിടെ മോൻ സുബ്രനെ പാമ്പ് കടിച്ച് കിടക്കുക. നമ്മുടെ മോൻ കിടക്കണ കിടപ്പ് കണ്ട. ഇത്തവണത്തെ ശമ്പളം വാങ്ങുമ്പോ അച്ഛനൊരു പട്ടി വാങ്ങി തരാന്ന് പറഞ്ഞു പോയതല്ലേ. കുളിക്കാൻ പോയി എന്റെ കുട്ടിക്ക് പറ്റിയ ഭഗവതി വിളിച്ചപ്പെട്ട് നിൽക്കുകയാണ്. തൊട്ടശുദ്ധമാക്കരുത്. ഇങ്ങനെ ഒരു കോപം കോപർത്തിയാണല്ലോ എനിക്ക് ഭർത്താവായി കിട്ടിയതിന്റെ ഭഗവതി. വെളിച്ചപ്പാടെ തുള്ളുമ്പോ ശ്രദ്ധിച്ചു തുള്ളണേ, ഇല്ലെങ്കിൽ അണ്ടർവെയർ ഊരി പോകും. ഞാനത് ഇട്ടിട്ടില്ല. ആ ദാ മാവ വരുന്നു. മാവു നിന്നെ, നമ്മുടെ സുബ്രഹ്മണ്യനെ പാമ്പ് കടിച്ചു. പ്രഭേട്ടനെ എവിടെയെങ്കിലും കണ്ടോ? സാമ്രാജ്യത്വം എന്ന പാമ്പ് കാലങ്ങളായി നമ്മുടെ ഇന്ത്യയെ കൊത്തിക്കൊണ്ടിരിക്കുകയല്ലേ സഖാവേ. ആ വിഷം പ്രഭാകരന് ഇറക്കാൻ പറ്റുമോ? അല്ല മാഷേ, ഈ പ്രഭാകരന് ശരിക്കും വിഷമിറക്കാൻ അറിയോ? അതോ അവൻ അറിഞ്ഞുകൂടാത്ത എന്താന്ന് ചോദിക്കേ. വിഷ ചികിത്സ, ലാടവൈദ്യം, ദേഹെണ്ണം, ബാധ ഒഴിപ്പിക്കില്ല, അങ്ങനെ സകലമാന തരികയുണ്ട്. അതെ, ജാക്ക് ഓഫ് ആൾ മാസ്റ്റർ ഓഫ് നത്തിങ്. ഹലോ, ആ ഇളപ്പാ, അമ്പപ്പ പർപ്പത്തിന്റെ ഉള്ളൂ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നമ്മുടെ വീടിന്റെ മുന്നിൽ നിർത്തി 1 മണിക്കൂർ കൊട്ടിച്ചിട്ട് പള്ളിയിലോട്ട് വിടൂ. കാശ് മുടക്കിയ നമ്മളല്ലേ. ഇതിൽ മിക്കവാറും പ്രവേട്ടം കാണും. ഇതിനെല്ലാം എങ്ങനെ തപ്പിയെടുക്കാനാണ്? ചാണ്ടി പ്രവേട്ടനെ കണ്ടോ? സുപ്രനെ പാമ്പ് കടിച്ചു. സാരമില്ല, പൊക്കിലിന് താഴെ 10 ഇഞ്ചക്ഷൻ എടുത്താൽ മതി. അതിന് പട്ടിയല്ല, പാമ്പാ കടിച്ചത്. നിന്നെ പെരുന്നാൾ കൊളാക്കാതെ കൊട്ടി തീർത്തിട്ട് പോടാ. മുഴുവൻ കാശും ഞാൻ മുൻകൂറായി തന്നെ അല്ലേടാ. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർനയങ്ങൾക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി കെ പ്രഭാകരൻ നടത്തുന്ന 41 ദിവസത്തെ അഖണ്ഡ മഹായജ്ഞം. ദിവസം 1 മണിക്കൂർ വീതം.
പാമ്പ് കടിച്ചു, വേഗം വാ. യജ്ഞം ഒന്ന് തീർന്നോട്ടെ. തീർന്നോട്ടെ, പക്ഷെ അപ്പോഴേക്കും അവന്റെ യജ്ഞം തീരും. ഉറപ്പാണോ? ഉറപ്പാ. കിടക്കണ കിടപ്പ് കണ്ട അറിയാം, രാജവമ്പാലെ കടിച്ചേക്കണത്. പാമ്പ് ഏതാണെന്നൊക്കെ ഞാൻ നിശ്ചയിച്ചോളാം. നീ പോയി ആദ്യം മൈക്ക് എടുത്തോണ്ട് പോവാ. ഈശ്വര അല്ലാ തേരേ നാം സബ്കോ സംഗ്. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള വോട്ടർമാരെ, സുബ്രഹ്മണ്യനെ പാമ്പ് എന്ന വിഷജന്തു കടിച്ചത് മൂലം വിഷമിറക്കാനുള്ളത് കൊണ്ട് ഇന്നത്തെ അഖണ്ഡ മഹായജ്ഞം 15 മിനിറ്റ് മുമ്പേ നിർത്തുകയാണ്. ആരും ദുഃഖിക്കരുത്. പകരം നാളെ 15 മിനിറ്റ് കൂടുതൽ നിൽക്കുന്നതായിരിക്കും. വെളിച്ചപ്പാടെ, നിങ്ങളുടെ മോനൊരു കഥയില്ലാത്തവനായിരുന്നെങ്കിലും ആളൊരു പാവമായിരുന്നു. അതുകൊണ്ടാ പറയുന്നത്, ഈ ലാട വൈദ്യന്റെ ലൊട്ടിലൊടുക്ക് പരിപാടിക്ക് നിൽക്കാതെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാൻ നോക്ക്. പാമ്പിന് 7 പല്ലോ. എന്താ പ്രഭാകര? സുബ്രൻ എവിടെ പോയിന്നാ പറഞ്ഞത്? കുളിക്കാൻ വേണ്ടി അമ്പലക്കുളത്തേക്ക് പോയതാണ് മോനെ. കാലുമ്മ എന്തോ കടിച്ചു അമ്മേന്ന് പറഞ്ഞു. പാമ്പാണോ മോനെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് വെട്ടിയിട്ട വാഴ പോലെ. ഓ, ഒന്ന് നിർത്തുതള്ളേ. അമ്പലക്കുളത്തിൽ എവിടെയാ കൈതമുള്ളു? അതെ, ഇത് പാമ്പ് കടിച്ചൊന്നുമല്ല. കൈതമുള്ളു കാലിൽ കയറിയപ്പോഴേ പേടിച്ച് ബോധം കെട്ട് വീണതാ. കൈതമുള്ളോ? പരീക്ഷിക്കുകയാണോ? ഈ നാട്ടില് കൈതയുള്ളത് വടക്കേപ്പാട്ട് സുശീലയുടെ കുളത്തിൽ മാത്രമാ. ഈ നട്ടുച്ച നേരത്ത് വടക്കേപ്പാട്ട് സുശീലയുടെ കുളത്തിൽ തന്നെ കുളിക്കണം ഇവനെന്താ തോന്നാൻ കാരണം? നാരായണേട്ടത്തിയേ, ചെക്കന് വേഗം ഒരു പെണ്ണ് നോക്ക്, അല്ലെങ്കിൽ കൈതമുള്ളി ഇതേപോലെ ഇനിയും കൊത്തും. ഇങ്ങനെ തുള്ളിയിട്ടൊന്നും കാര്യമില്ല ചേട്ടത്തി. മോന്റെ കമ്പനി അച്ഛന്റെ സ്റ്റെപ്പിനിയാ. നാരായണി, അതെ. ഗാന്ധിയൻ PK പ്രഭാകരന്റെ ഉജ്ജ്വല വിജയത്തോടനുബന്ധിച്ചുള്ള ആട്ടിൻ പാലൊഴിച്ച ചായ സൽക്കാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ഇതാരാ? വടക്കപ്പെട്ട സുശീല അല്ലേ വരുന്നത്? വടക്കപ്പെട്ട സുശീലയ്ക്ക് അല്പം വഴി കൊടുക്കും. കടന്നു വരൂ, കടന്നു വരൂ. ടിപ്പർ ലോറിയുടെ അടിയിൽ ലാംബി സ്കൂട്ടർ പെട്ടാലുള്ള അവസ്ഥ അറിയാലോ. എന്നാപ്പോ നിങ്ങളെ മോ സുബ്രന്തി അവിടെ ഉണ്ട്, വിളിക്കണോ? 2 ബോണ്ട എടുക്കട്ടെ സുശീല. ഒരു കയ്യിൽ എത്ര എണ്ണോടാ ഇരിക്കുന്നത്? നമ്മുടെ മെമ്പർക്ക് എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? ചാരായം കുടിച്ച് ഹാപ്പി ആയെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ചായ കുടിച്ച് ഇന്നവരാരും ഹാപ്പി ആയെന്ന് കേട്ടിട്ടില്ല പ്രഭേട്ട. എന്താ അവിടെ നമ്മുടെ സുബ്രൻ ചത്തോ? ചത്തങ്കി അവിടെ ചിരിയൊക്കെ കേട്ടണല്ലോ. ഇത് അതൊന്നുമല്ല. എനിക്ക് തോന്നുന്നു പ്രഭേട്ടം വിജയിച്ചത് കൊണ്ട് അപ്പുറത്തെ പഞ്ചായത്തിൽ നിന്ന് വരെ ആൾക്കാർ പുസ്തകം വാങ്ങാൻ വന്നതായിരിക്കും. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല. ഒന്ന് മാറിക്ക്, മാറിക്ക്, മാറിക്ക്. വായിക്ക്, വായിക്ക്, എല്ലാരും വായിക്ക്. വായിച്ച് വളരെ ചേട്ടാ, ഗാന്ധിജി അറിയ. ഓ, എന്റെ സുബ്ര, ഞാൻ എന്താ ഈ കാണുന്നത്? പ്രഭാകരൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. വൈകിട്ടാവുമ്പോൾ 1000 കോപ്പി ഉറപ്പാ. അല്ല, ഇതെന്താ പുസ്തകം പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കുന്നത്? വലിയ വലിയ ബുക്ക് സ്റ്റാളിലൊക്കെ അങ്ങനെയാ. ഇനി നമുക്ക് കവറുമ്പോ പേര് എഴുതണം, മഹാത്മാ ബുക്സ്, തൊണ്ണൂർക്കര. ദാ കണ്ടില്ലടാ, ഞാൻ ജയിച്ചപ്പോ ആളുകൾക്ക് എന്റെ ആദർശത്തിന്റെ വില മനസ്സിലായത്. നാളുകളായിട്ട് പൊടി പിടിച്ചു കിടന്ന ഗാന്ധിജി അറിയാന്നുള്ള എന്റെ പുസ്തകം ജനങ്ങൾ ആർത്തിയോടുകൂടി വായിച്ചോണ്ട് പോകുന്ന കണ്ടോ? ഇനി തോന്നൂർക്കര നന്നാവും. ചേട്ടാ, 2 കോപ്പി തരും. 1ന്റെ പൈസ നാളെ തരും. പിന്നെ ഇരട്ടി പൈസ കൊടുത്ത ആളുകൾ വാങ്ങാൻ നിൽക്കുമ്പോഴാ കടം തരുന്ന പ്രശ്നമില്ല. അങ്ങനെ പറയാതെ സുബ്ര, ഒരേ സമയത്ത് ഒരു വീട്ടിലെ 2 പേർക്ക് വായിക്കണം തോന്നിയാലോ? ഞാൻ തരാം. ബുക്ക് സ്റ്റാളിന്റെ മേലെ ഞാനാ, ഇവിടത്തെ കരുതി തരണ്ട. നീ ഒന്നും മാറി എന്റെ സുബ്ര. ഉറങ്ങാത്ത രാത്രികൾ, സുബ്രൻ തോന്നൂർക്കര. എന്താണത്? വടക്കേപ്പാട്ട് സുശീലയുടെ ആത്മകഥ ഞാൻ എഴുതി അടുപ്പിച്ചതാ. അടുത്ത എഡീഷനിൽ ഭാഷ ഇത്തിരി ശരിയാക്കണം. അവിടെ ഇവിടെ കേട്ട് ഇത്തിരി തറയായി പോയെന്ന് പറഞ്ഞു വിമർശകര്. ഒരു ഡിജിറ്റൽ ഫീൽ ഉണ്ടാക്കാൻ ഒരു CD-യും ഒരു കാലത്ത് മലയാള സിനിമ താങ്ങി നിർത്തിയ ചില സിനിമകളുടെ സീനുകൾ കൂട്ടിച്ചേർത്ത ഒരു മിക്സ്. ചെറ്റത്തരം ചെയ്യുന്നുട നായേ. ഏത് ബുക്കിലാണ് നീ ഇത് ചെയ്തെന്നറിയാമോ? സോറി, നല്ല ക്ഷമയുള്ള അഹിംസവാദി ആയതുകൊണ്ട് ഗാന്ധിജി ഇത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് കരുതി. നശിപ്പിച്ചു കളഞ്ഞോളാം.
മോനെ ഇവിടെ ഏതൊരു പുസ്തകം കൊടുക്കണ്ടെന്ന് കേട്ടു. ഉവ്വ് ഇതാ വായിക്കാൻ കണ്ണു പിടിക്കുവോ? അത് പിന്നെ ഇത്തിരി വെള്ളെടുത്തുണ്ടെന്നേ ഉള്ളൂ. കന്നഡ വെച്ചാ ഒരു കുഴപ്പമില്ല. സാക്ഷരതാ ക്ലാസ്സിൽ നീ എഴുത്തും വായന പഠിപ്പിച്ച ആളാ. ഒരു കോപ്പി കൊടുക്കട്ടെ? ഞാൻ എന്റെ കൈ എഴുത്ത് കോപ്പി തരാം. പ്രിയമുള്ളവരെ, സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടാണ് മെമ്പർ പ്രഭാകരൻ ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. തോക്കിനും ലാത്തിക്കുമല്ല, പീരങ്കിക്കും ബോംബിനും വരെ കീഴടങ്ങാത്ത ഈ നാടിന്റെ കണ്ണിലുണ്ണിയായ പൊന്നോമനയായ ചക്കരക്കുടമായ മെമ്പർ പ്രഭാകരന്റെ സമരത്തിന് നിങ്ങളുടെ എവരുടെയും മുഴുവൻ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ മൈക്ക് സമര നായകൻ PK പ്രഭാകരന് കൈമാറുകയാണ്. തെളിച്ചു പറ. ഓ, മുദ്രാവാക്യം വിളിക്കാനാ? ഇൻകുലാബ് സിന്ദാബാദ്. കള്ളം പേരെടുത്ത് വിളിക്കാൻ. PK പ്രഭാകരൻ സിന്ദാബാദ്. PK പ്രഭാകരൻ സിന്ദാബാദ്. പിന്നെ തെളിച്ചു പറ. അത്രേ ഉള്ള. പ്രിയമുള്ളവരെ, പുള്ളി നിങ്ങളോട് ആഹ്വാനം ചെയ്യാണ്. പിന്നെ തെളിച്ചു പറ. എനിക്ക് പിടി കിട്ടിയില്ല. മണ്ണ് പറ്റി സംഭവം നേരത്തെ പറയണ്ട, മൈക്കിലായി പോയി. നമ്പടി മണ്ണ് മരുത ക്ലിയർ ആയല്ലോ. മൈക്ക്. പ്രിയപ്പെട്ട നാട്ടുകാരെ, എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല. പിന്നെന്തിനാ മൈക്ക് വാങ്ങിയത്? എനിക്ക് നിങ്ങളോട് കൂടുതലായിട്ടൊന്നും പറയാനില്ല. കായലും പുഴയും നികത്തി വൻകിട റിസോർട്ടുകൾ പണിയാനുള്ള പഞ്ചായത്തിന്റെ തീരുമാനം പിൻവലിക്കുന്നത് വരെ ഈ കുഴിയിൽ മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതെന്തോന്നു? തെളിച്ചു പറയാം അങ്ങോട്ട്. എനിക്ക് പ്രവേശനോട് കാര്യം ഒരാൾ അന്തസ്സായിട്ട് മരിക്കാൻ കുഴി കിടക്കുമ്പോഴാണോ നീ ഒന്ന് കാശ് ചോദിക്കുന്നത്? ഞാനൊന്ന് പറയട്ടെ. നീ ഒരു മണ്ടത്തരം പറയാൻ നിൽക്കണ്ട. ഒന്ന് കൂടുമാവും. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നാടിന്റെ കാര്യമല്ലേ? വിപ്ലവം വരാൻ പാട്ട് പോലെ രഘു, തോക്ക് തന്നെ വേണം. വിപ്ലവകാരി ജലത്തിലെ മത്സ്യം പോലെയാണ്, അല്ലാതെ മണ്ണിലെ കുഴിയട്ടയല്ല. ദേവി ഒരു മാവോ. വളരെ വിചിത്രമായ ഒരു സമരരീതിക്ക് ഇന്ന് കേരളത്തിലെ തോന്നൂർക്കര ഗ്രാമപഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചു. കായൽ നികത്തി ടൂറിസ്റ്റ് റിസോർട്ട് പണിയുവാനുള്ള പഞ്ചായത്തിന്റെ നീക്കത്തെ മെമ്പർ പ്രഭാകരൻ കഴുത്തറ്റം മണലിലിറങ്ങി നിന്ന് നിരാഹാര സത്യാഗ്രഹം നടത്തിയാണ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ഈ നാടിന്റെ ജീവരക്തമായ പുഴയും കായലും സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ എനിക്ക് ലഭിക്കുന്നത് ശ്വാസം മുട്ടിയുള്ള മരണമാണെങ്കിൽ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും. മഹാത്മാഗാന്ധി കി ജയ്. വല്ല മൂർഖം പാമ്പം വന്ന് കൊത്തിയിരുന്ന അവൻ ആ കുഴി കിടന്ന് ചത്തോളുമായിരുന്നു. അതത്ര എളുപ്പമല്ലേ എളപ്പ? അവനാണെന്ന് മനസ്സിലായ പാമ്പ് വന്ദേ മാതരം എന്ന് പറഞ്ഞ അതുപോലെ എഴഞ്ഞങ്ങ് തിരിച്ചു പോകും. ഒരു നാട് മുഴുവൻ അവന്റെ കൂടെ ഉണ്ട്. നീ ഇപ്പൊ അവന്റെ കൂടാണോ എന്റെ കൂടാണോ? ഇളയപ്പന്റെ കൂടെ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ PK പ്രേമദാസൻ നമ്മോടൊപ്പം ലൈനിലുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി, താങ്കളുടെ വകുപ്പിന് കീഴിൽ വരുന്ന ഒരു കാര്യത്തിലാണ് തോന്നൂർക്കര പഞ്ചായത്ത് അധികൃതർ ഇങ്ങനെ ഒരു നടപടി എടുത്തിരിക്കുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇങ്ങനെയൊരു നീക്കമുണ്ടായ കാര്യം ഇപ്പോഴാണ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കായലും പുഴയും നികത്തി ഒരു പദ്ധതി നടപ്പാക്കുന്ന കാര്യം സർക്കാർ തീരുമാനിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ അന്വേഷണ നടപടിയെടുക്കും. ഈ വിഷയത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഈ വിഷയത്തിൽ നമ്മൾ വിവരം അറിയുന്ന തോന്നുന്നത്. ഒഴഞ്ഞല്ലോ. ഹലോ, ഉണ്ട്, കൊടുക്കാം. വിവരം അറിയുന്ന ഉറപ്പായ മന്ത്രിയാ. മന്ത്രി നമസ്കാരം പ്രസിഡന്റ് അന്നേ. ശരി ശരി, ഇപ്പൊ തന്നെ പോയി പറഞ്ഞോളാം. മന്ത്രി എന്ത് പറഞ്ഞു? പദ്ധതി പിൻവലിച്ചു അവിടെ ചെന്ന് പറഞ്ഞ് സമരം അവസാനിപ്പിക്കണം. വേറെ ഒന്നും പറഞ്ഞില്ലേ? ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തായത് ഞാനാണെന്ന്. അത്രേ ഉള്ളോ? കഷ്ടമായി പോയി. മന്ത്രി ആയതുകൊണ്ട് ഒരു തന്തയ്ക്ക് വിളി ഞാൻ പ്രതീക്ഷിച്ചു. ഇത് ഞാൻ എങ്ങനെ അവിടെ ചെന്ന് പറയും? ചുമ്മാ പോയി പറയണം പ്രസിഡന്റ്. നാളെ മേനോൻ സാർ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. ഈ പറയുന്ന മന്ത്രിയുമായി അദ്ദേഹം നേരിൽ കാണുന്നുണ്ട്. പുഴയും കായലും മാത്രമല്ല, ശബരിമല വനഭൂമി മുതൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മുഴുവൻ മാലതി ഗ്രൂപ്പ് പല പല പ്രോജക്ടുകൾ തുടങ്ങാൻ പോവല്ലേ. പോയി പറയണം. മാറിക്കോ, മാറിക്കോ, മാറിക്കോ.
റിസോർട്ടിന്റെ കാര്യം അടുത്ത പഞ്ചായത്ത് മീറ്റിംഗിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് വരെ നടപ്പാക്കുന്നതല്ല. സന്തോഷായില്ലേ? പക്ഷെ അത് ഈ ചപ്പടാച്ചി സമരം കണ്ടിട്ടല്ല. ആലോചിച്ചു നോക്കിയപ്പോ എനിക്ക് വേദന തോന്നി. ഈ കായലില ഞാൻ കുളിച്ചും കളിച്ചും വളർന്നത്. എന്റെ അപ്പൻ മുങ്ങിച്ചത്തതും ഈ കായലില. എന്നിട്ടും ഞാൻ ഈ കായലിന് വെറുത്തിട്ടില്ല. എന്താ കാരണം എന്നൊക്കറിയോ? എന്റെ അമ്മച്ചി കക്കവാരി എന്നെ പോറ്റി വളർത്തിയത് ഈ കായലിൽ നിന്ന്. ഇത് നികത്ത് റിസോർട്ട് ഉണ്ടാക്കാൻ ഇപ്പൊ ഈ കുഴിയിലായ പ്രഭാകരൻ സമ്മതിച്ചാൽ പോലും പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല. കാള വെച്ചൂന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന ഇവന്റെ കൂടെ നിങ്ങളല്ലാതെ ഈ വിട്ടിത്തത്തിന് ഇറങ്ങി തിരിക്കുവോ? കാര്യം എന്റെ പാർട്ടിയിലുള്ള ചിലരിതിന് ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാൻ സമ്മതിക്കില്ല. എന്റെ അമ്മയാണ് ഈ കായൽ. പ്രഭാകര, സമരം നിർത്തി കുഴിയിൽ എഴുന്നേറ്റ് പോടാ ചക്ക. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അവറാച്ചന്റെ ത്യാഗനിർഭരമായ വെളിപ്പെടുത്തലിലൂടെ മെമ്പറുടെ സത്യാഗ്രഹ പ്രഹസനത്തിന് പ്രസക്തി ഇല്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് ടിവിയിൽ മുഖം കാണിക്കാനും പത്രത്തിൽ പേര് വരുത്താനും വേണ്ടി നടത്തുന്ന ഇത്തരം വില കുറഞ്ഞ പരിപാടികൾ അവസാനിപ്പിച്ച് എല്ലാവരും അവറാച്ചനെ ജയ് വിളിച്ച് പിരിഞ്ഞു പോകേണ്ടതാണ്. അവറാച്ചനെ, ബഹുമാനപ്പെട്ട അവറാച്ചനെ, പിടിച്ചോ. അതെ, എല്ലാരും പോയി എഴുന്നേറ്റ് പോവാൻ നോക്ക്, ഇല്ലെങ്കിൽ തല പട്ടി എടുത്തോണ്ട് പോകും. എന്നെ ഒന്ന് കേറ്റി തന്നിട്ട് പോടാ. ഉണ്ട്. സോറി, തിരക്കിനിടയിൽ ഞാനതങ്ങ് വിട്ടുപോയി. അത്യാവശ്യം ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ പഠിച്ചത് കൊണ്ട് ഇപ്പൊ ഉപകാരമായി അല്ലേ? എല്ലാരും കൂടെ കുഴിയിലിറക്കി നിർത്തിയിട്ട് പ്രൈവേറ്റിന് എന്ത് ഗുണം ഉണ്ടായേ? ക്രെഡിറ്റ് മുഴുവൻ പ്രസിഡന്റ് കൊണ്ടുപോയില്ലേ? അങ്ങനെ പറയരുത്. മഹാത്മാഗാന്ധി ഉപ്പുകുറുക്കിയ സമരം നടത്തിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനൊന്നും അല്ലല്ലോ. ക്രെഡിറ്റിന്റെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ അല്ലേ പ്രഭേട്ട? കുഴി കിടന്നപ്പോ എന്റെ കൈ ഫ്രീ അല്ലായിരുന്നു, ഇപ്പോഴും ഫ്രീ അല്ല. അല്ലെങ്കിൽ ഒന്ന് പൊട്ടിച്ചേനെ. പോട്ടെന്നെ, നീര് കക്കിയിട്ടുണ്ട്, അതുകൊണ്ടാ. നീ വിചാരിക്കുന്ന പോലെ അല്ല ഇവിടുത്തെ ജനങ്ങള്. ആ സമയം വരെ നിനക്ക് സിന്ദാബാദ് വിളിച്ചവര് അവസാനമായപ്പോ മാറ്റി വിളിച്ചത് കേട്ടില്ലേ? ക്രെഡിറ്റ് ഒക്കെ ആരെങ്കിലും കൊണ്ടുപോട്ടെ മാഷേ. കായല് നികത്ത് റിസോർട്ട് കെട്ടിപ്പൊക്കുന്നത് ഇല്ലാണ്ടായില്ലേ? നമുക്കത് മതി. എന്നാലും പത്രത്തിൽ പേര് വരാൻ വേണ്ടി നീ ഓരോ കോപ്രായം കാണിക്കാന്നൊക്കെ പറയുമ്പോ അതിലെന്താ ഇത്ര തെറ്റ്? ബുദ്ധിയുള്ള ആർക്കും അങ്ങനെ തോന്നൂ. ഈ കോമാളി കാരണം ബാക്കിയുള്ളവർ കൂടി പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. ഇവനീ കാട്ടിക്കൂട്ടണത് ആ കവലെ പോയി കാണിച്ചാ വൈകിട്ടാവുമ്പോ 5-6 കിലോ അരിയെങ്കിലും വാങ്ങാനുള്ള കാശ് കിട്ടിയേനെ. അതെങ്ങനെ മേലനങ്ങാതെ വെട്ടി വിഴുങ്ങാനുള്ളതല്ല ഇവിടത്തെ പറമ്പിൽ ഉണ്ടാവണുണ്ടല്ലോ. അതെ, പക്ഷെ അതൊന്നും ഒരു സുപ്രഭാതത്തിൽ തനിയെ പൊട്ടിമുളച്ചുണ്ടായതല്ല. നട്ടും നനച്ചും വളവിട്ടൊക്കെ നോക്കിക്കൊടുന്നത് ഞാൻ തന്നെയാ. 1-2 കൊല്ലമല്ല, കാലങ്ങളോളം. പ്രഭാകര, നീ കണക്ക് പറയാണല്ലേ? എന്നാ ഞാനും കുറച്ച് കണക്ക് പറയാം. എന്താ ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് കേൾക്കണോ നിനക്കത്? നമുക്ക് പോവാം മാഷെ. മാഷ് നിൽക്കണം. നിങ്ങളൊരു സ്കൂൾ അധ്യാപകനായിരുന്നില്ലേ മാഷേ? ഇവന്റെയൊക്കെ തരികിടയ്ക്ക് കൂട്ടു നിൽക്കാതെ 4 വാക്ക് നല്ലത് പറഞ്ഞു കൊടുത്തൂടെ? സ്വന്തമൊന്നും ബന്ധമൊന്നും പറയാൻ നിങ്ങൾക്ക് ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ആരാന്റെ അമ്മയുടെ ഭ്രാന്ത് കണ്ടു നിൽക്കണ പോലെ ഇവന്റെയൊക്കെ കാട്ടിക്കൂട്ടല് കണ്ടു നിൽക്കാൻ ഒരു സുഖം അല്ലേ മാഷേ? ഈ പ്രായത്തിൽ ഇനി മാഷക്ക് ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല. മാഷ് നടന്നോളൂ, നാളെ കാണാം. ഇപ്പൊ നാറിയിട്ടേ ഉള്ളൂ, ചെയ്യുന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്കാൻ. ചെല്ല്. രാമകൃഷ്ണനല്ല, കംസൻ. ആളുകൾ കേറി വരുമ്പോ മുന്നിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ഫോട്ടോകളുണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ പോവുക. അതിന് പകരത്ത് ഇതിവിടെ തറയ്ക്കാനാ പരിപാടി. നല്ല ഭംഗിയല്ലേ? പ്രഭ എന്നും വിളക്ക് കൊളുത്തി തൊഴുന്ന ഫോട്ടോകളാണ് അതൊക്കെ. അതുകൊണ്ടെന്താ വടക്കേപ്പുറത്തെ ചായപ്പില് തറച്ചേരം തൊഴാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, ഒരാള് വന്ന് കേറുമ്പോഴത്തേക്ക് ഈ മഞ്ഞ പിടിച്ച ഫോട്ടോകളൊക്കെ ദുസ്സഗുണമാണെന്നേ. രമേശ, വേണ്ടമ്മേ, ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കട്ടെ. അമ്മ വന്നേ. ഇതൊന്ന് പിടിച്ചേ. എന്നാ പിന്നെ ഉടനെ മാറുകയല്ലേ നല്ലത്? അതെ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവിടെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്താ നിനക്ക് അമ്മാവനെ തട്ടാൻ പ്ലാൻ ഉണ്ടോ? എനിക്കൊരു കടമുണ്ടടാ രാധയോട്. അപ്പൊ നീ അവളോടും കടം വാങ്ങിയോ?
ഒരിക്കലൊരു സർവോദയ സമ്മേളനം കഴിഞ്ഞ് അച്ഛൻ വീട്ടിലേക്ക് വന്ന് കയറുമ്പോ ഒക്കെ തവളുണ്ട്. ഏതാണ്ട് ഒരു 3 വയസ്സ് പ്രായം. ആരോ കളഞ്ഞിട്ട് പോയൊരു കുഞ്ഞ. അന്ന് മുതൽ അവളും ആ വീട്ടിലൊരു ഭാഗമാണ്. ഇവരിപ്പോ ഈ ഊറ്റം കൊള്ളുന്ന പാടത്തും പറമ്പത്തും ഒക്കെ അവള് ഒരുപാട് വേർപ്പൊഴുകിയിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട, പക്ഷെ അവൾക്ക് അർഹതപ്പെട്ടത് കിട്ടണം. എന്നിട്ട് അവൾ ആരുടെയെങ്കിലും കൂടെ ഒന്ന് ഇറക്കി വിട്ടിട്ട് വേണം എനിക്കും അമ്മയ്ക്ക് അപ്പ അവിടുന്ന് പടിയിറങ്ങാൻ. അങ്ങനെ തോന്നിയ ആളുടെ കൂടെ ഒന്നും അവളെ ഇറക്കി വിടണ്ട. അവൾക്ക് അനുരൂപനായ തറവാടിയെ തന്നെ വേണം. അതെ, അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പ്രഭാകര. ഇഷ്ടായില്ല? ആയില്ല? വേണ്ട വേണ്ട പ്രഭാകര. ഇന്ന് എന്തായാലും രക്ഷപ്പെടാൻ നോക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. രക്ഷപ്പെടുക എന്തിന്? നാറ്റിക്കരുത്. ഉത്തരവാദിത്തപ്പെട്ടൊരു പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ. നിന്റെ കാശിന് ഉറപ്പായിട്ട് തന്നേക്കാം, പ്ലീസ്. സമ്മതിച്ചു. പക്ഷെ പ്രഭേട്ട എന്റെ കൂടെ ഒന്ന് വരണം. എങ്ങോട്ടേക്ക്? ആദ്യം വണ്ടി കയറി. അല്ല, ഞാൻ വരാൻ. സുബ്രാൻ കടയിൽ നോക്കിക്കോളേ.